പീതാംബരങ്കരവിരാജിതശങ്കചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലയേശമിനിശം ഹൃദി ഭാവയാമി. ശ്രീഗുരുവായൂരപ്പാ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ദശകം 32. മത്സ്യാവതാരം. പുരാ ഹയഗ്രീവമഹാസുരേണ ഷഷ്ടാന്തരാദ്യോന്ത്യത കാണ്ഡകൽപേ നിദ്രോന്മുഖ ബ്രഹ്മമുഖാധൃതേഷു വേദേഷ്വതിൽ സ കില മത്സ്യരൂപം. സത്യവ്രതസ്യ ദമിളാധിഭർത്തുർ നദീജലേ തർപ്പയതസ്തദാനിം കരാഞ്ചലോ സഞ്ജലിതാകൃതിസ്ത്വ അദൃശ്യതാ കഞ്ചന ബാലമീന. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്യംബുപാത്രേണ മുനിസ്വഗേഹം സ്വൽപൈരഹോവി കലശിം ച കൂപം വാപിം സരശ്ചാനശിഷേ വിഭോത്വം. യോഗപ്രഭാവത്വവതാജ്ഞയൈവ നീതസ്തതത്വം മുനിനാ പയോധിം പൃഷ്ടോ മുനാ കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസി. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിः സാർദ്ധമപാരവാരിണി ഉദ്ഘൂർണമാനഃ ശരണം യയൗ ത്വാം. ധരാം തദ്വാദേശകരീമവാപ്താം നവരൂപിണീമാരുരുഹസ്തദാതേ തത്കമ്പകമ്പ്രേഷു തതേഷു ഭൂയ ത്വമംബുധേരാവിരഭുർമഹീയൻ. ദശാകൃതിം യോജനലക്ഷദീർഘം ദധാനമുಚ್ಚൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാ മുനയസ്ത്വദുക്ത്യാ തുത്തുംഗശൃംഗേ തരിണീം ബബന്ധു. ആകൃഷ്ടനൗഗോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗൻ സംസ്തൂയമാനോന്യവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരി. കൽപ്പാവതോ സപ്തമുനിൻ പുരോവത് പ്രസ്ഥാപ്യ സത്യവ്രതഭൂമിഭം തം വൈവസ്വതാഖ്യം അനുമാദദാന ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂ. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപദേ പ്രഭായ. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീഹരയേ നമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മേ ശരണം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീകൃഷ്ണായ നമഃ. ശ്രീമദ് നാരായണീയത്തിലെ 32ാമത്തെ ദശകമാണ് പറയുന്നത് മത്സ്യാവതാരം. വേദം ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണല്ലോ മത്സ്യാവതാരം ഉണ്ടായിട്ടുള്ളത്. മത്സ്യാവതാര കഥ ഭാഗവതം 8ാം സ്കന്ധത്തിൽ 24ാമത്തെ അധ്യായത്തിലാണ് വിവരിച്ചിട്ടുള്ളത്. മേൽപ്പത്തൂർ പട്ടേരി ഭഗവാനോട് പറയുകയാണ്, അല്ലയോ ഭഗവാനെ, പണ്ട് ഹയഗ്രീവൻ എന്ന മഹാസുരനാൽ 6ാമത്തെ ചാക്ഷുഷ മന്വന്തരത്തിൻ്റെ ഒടുവിലുണ്ടായ നൈമിത്തിക പ്രളയത്തിൽ ഉറങ്ങാൻ തുടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്ന് 4 വേദങ്ങളും അപഹരിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് മത്സ്യശരീരം സ്വീകരിക്കാൻ നിശ്ചയിച്ചുവല്ലോ. ഭഗവാൻ എവിടെയാണ് അവതരിച്ചതെന്ന് പറയാണ്. സത്യവ്രതസ്യാദ്രമിളാഭിഭർത്തുർ നദീജലേ തർപ്പയതസ്തദാനിം കരാഞ്ജലോ സഞ്ജുലിതാകൃതിസ്ത്വം അദൃശ്യഥാ കശ്ചന ബാലമീന. നദീജലത്തിൽ സന്ധ്യാതർപ്പണം ചെയ്യുന്ന ദ്രവിഡ രാജാവായ സത്യവ്രതൻ്റെ കൈക്കുടനയിൽ അപ്പോൾ മിന്നിത്തിളങ്ങുന്ന ആകൃതിയിലുള്ള ഒരു മത്സ്യക്കുട്ടിയായി ഭഗവാനെ അവിടുന്ന് കാണപ്പെട്ടു. ക്ഷിപ്തം ജലേ ത്വാം ചകിതം വിലോക്യ നിന്നേംബുപാത്രേണ മുനിസ്വഗേഹം
സ്വൽപ്പൈരഹോഭിക്കലശിം ച കൂപം വാപിം സരശ്ചാനശിഷേ വിഭോത്വം. അല്ലയോ ഭഗവാനെ, തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ രാജർഷി നദിയിലെ വെള്ളത്തിലിട്ടപ്പോൾ ഭയപ്പെട്ട നീന്തുരുവടിയെ കണ്ടിട്ട് ജലപാത്രത്തിലാക്കി തൻ്റെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി. അല്ലയോ ഭഗവാനെ, അവിടുന്ന് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കുടം, പിന്നെ കിണർ, പിന്നെ കുളം, പിന്നെ സരസ് എന്നിവ നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹം വല്ലാതെ അത്ഭുതപ്പെട്ടു പോയി. യോഗപ്രഭാവാത് ഭവതാജ്ഞയൈവ നീതസ്തതസ്ത്വം മുനിനാപയോധിം പൃഷ്ടോ മുന കൽപ്പതി ദൃക്ഷുമേനം സപ്താഹമാസ്വേതി വദന്നയാസി. അനന്തരം അവിടുത്തെ ആജ്ഞയാൽ തന്നെ സത്യവ്രത മുനിയാൽ യോഗശക്തി കൊണ്ട് സമുദ്രത്തിലേക്ക് നയിക്കപ്പെട്ട നീന്തുരുവടി ഈ സത്യവ്രതനാൽ അഭ്യർത്ഥിക്കപ്പെട്ടവനായിട്ട് പ്രളയം കാണാൻ കൊതിക്കുന്ന അദ്ദേഹത്തോടെ 7 ദിവസം കാത്തിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മറഞ്ഞു. സത്യവ്രതൻ പ്രളയജലത്തിൽ പെട്ടപ്പോൾ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നതാണ് അടുത്ത ശ്ലോകം. പ്രാപ്തേ ത്വദുക്തേ ഹനിവാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭി സാർദ്ധമപാരവാരി നിർഘൂർണമാന ശരണം യയൗ ത്വാം. ഭഗവാനെ അവിടുന്ന് അരുളി ചെയ്ത ദിവസം വന്നപ്പോൾ ഭൂമിയെല്ലാം ജലധാരയിൽ മുങ്ങിയപ്പോൾ സത്യവ്രത രാജർഷി സപ്തർഷികളോടൊപ്പം കരകാണാത്ത പ്രളയജലത്തിൽ ചുറ്റിത്തിരിയുന്നവനായിട്ട് അവിടുത്തെ ശരണം പ്രാപിച്ചു. ഭഗവാന്റെ നിയോഗമനുസരിച്ച് തോണിയുടെ രൂപം ധരിച്ച ഭൂമി സപ്തർഷികളോടുകൂടി പ്രളയജലത്തിൽ വീണ് നട്ടം തിരിയുന്ന സത്യവ്രതൻ്റെ അടുത്തെത്തുന്നു. ധരാം ത്വദാദേശകരീമവാപ്താം നൗരൂപിണീ മാരുരുഹുസ്തദാദേ തൽകമ്പകംബ്രേഷു ചതേഷു ഭൂയ സ്തമംബുധേരാവിരഭൂർമഹീയാൻ. അപ്പോൾ സത്യവ്രതനും സപ്തർഷികളും അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഒരു വഞ്ചിയുടെ രൂപമെടുത്ത് വന്നെത്തിയ ഭൂമിയിൽ കയറി ആ ജലവാഹനത്തിൻ്റെ ഇളക്കത്താൽ ഭയം കൊണ്ട് വിറച്ചപ്പോൾ വീണ്ടും മത്സ്യമൂർത്തിയായ നീന്തുരുവടി ഏറ്റവും വലിയ ആകൃതി കൊണ്ട് പ്രളയസമുദ്രത്തിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. ഝഷാകൃതിം യോജനലക്ഷദീർഘാം ദധാനമുച്ചൈസ്തരതേജസം ത്വാം നിരീക്ഷ്യ തുഷ്ടാമുനയസ്ത്വദുക്ത്യാ ത്വത്തുംഗശൃംഗേ തരണിംബന്ധൂ. ഭഗവാനെ, സത്യവ്രതനും സപ്തർഷികളും 1,00,000 യോജന വിസ്താരമുള്ള മത്സ്യാകൃതിയെ ധരിച്ചവനും അതിമഹാതേജസ്വിയും ആയ അവിടുത്തെ കണ്ടിട്ട് ആനന്ദത്തിൽ മുഴുകി നീന്തുരുവടിയുടെ കൽപ്പന പ്രകാരം അങ്ങയുടെ ഉയർന്ന കൊമ്പിൽ നൗകയെ ബന്ധിച്ചു. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നിർവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാരി. മത്സ്യമൂർത്തിയായ നീന്തുരുവടി ഭൂമിയാകുന്ന വഞ്ചി യഥേഷ്ടം വലിച്ചു നടന്ന് സത്യവ്രതനും മുനി സമൂഹത്തിനും ലോകത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളെയും വേണ്ട പോലെ കാണിച്ചു കൊടുത്തുകൊണ്ട് ആ രാജാവിനാൽ വഴിപോലെ സ്തുതിക്കപ്പെട്ടും പരമാത്മജ്ഞാനം ഉപദേശിച്ചുകൊണ്ടും സഞ്ചരിച്ചു. കൽപ്പാവധോ സപ്തമുനീൻ പുരോവൽ പ്രസ്ഥാപ്യ സത്യവ്രത ഭൂമിപം തം വൈവസ്വതാഖ്യം മനുമാദധാന ക്രോധാത് ഹയഗ്രീവമഭിദ്രുതോ ഭൂ. അവിടുന്ന് പ്രളയാവസാനത്തിൽ സപ്തർഷികളെ പണ്ടത്തെ പോലെ അതാത് സ്ഥാനത്ത് ഉറപ്പിച്ച് ആ സത്യവ്രത രാജാവിനെ വൈവസ്വമനുവാക്കി പ്രതിഷ്ഠിക്കപ്പെട്ടവനായിട്ട് വേദാവഹരണജന്യമായ കോപത്താൽ ഹയഗ്രീവൻ്റെ നേരെ പാഞ്ഞണഞ്ഞു. അതിനുശേഷം ഭഗവാൻ ഹയഗ്രീവനെ നിഗ്രഹിച്ച് വേദങ്ങളെ ഉദ്ധരിക്കുന്നു. സ്വതുംഗശൃംഗക്ഷതവക്ഷസം തം നിപാത്യ ദൈത്യം നിഗമാൻ ഗൃഹീത്വാ വിരിഞ്ചയേ പ്രീതഹൃദേ ദദാന പ്രഭഞ്ജനാകാരപദേ പ്രഭായ. അല്ലയോ ഭഗവാനെ, തൻ്റെ ഉയർന്ന കൊമ്പുകൊണ്ട് പിളർക്കപ്പെട്ട മാറിടത്തോടുകൂടിയവനാക്കി ആ ഹയഗ്രീവ മഹാസുരനെ വീഴ്ത്തിയിട്ട് വേദങ്ങളെ വീണ്ടെടുത്ത് സന്തുഷ്ടചിത്തനായ ബ്രഹ്മാവിന് കൊടുത്തിട്ട് അവിടുന്ന് ബ്രഹ്മാവിനെ സന്തോഷിപ്പിച്ചു. ഇത്രയും ദയാലുവായ അവിടുത്തേക്ക് കഷ്ടപ്പെടുന്ന എന്നെയും രക്ഷിക്കാൻ തോന്നണമേ എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.
സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.